ഇല്ലായ്മയുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ജീവിച്ചവരാണ് നമ്മളിൽ പലരും. കുട്ടിക്കാലം മുതൽ നിങ്ങൾ അതിജീവിച്ച വലിയ വെല്ലുവിളികളെക്കുറിച്ച് മാതാപിതാക്കൾ വല്ലപ്പോഴുമൊക്കെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും എത്ര തല്ലും വാങ്ങിയിട്ടുണ്ടല്ലേ. കോളേജുകളിൽ റാഗിങ്ങിന് പോലും ഇരയായ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ പലർക്കും ഓർത്തെടുക്കാൻ കാണും. ഇന്നത്തെ കുട്ടികളുടെ കാര്യം ഒന്ന് ചിന്തിച്ചേ. ഒരു ഈർക്കിലി കമ്പുകൊണ്ട് പോലും തല്ലുകൊണ്ടിട്ടില്ല. ശകാരമെന്ന വാക്ക് പോലും കേട്ടിട്ടുണ്ടാകില്ല. ഇങ്ങനെയുള്ള പുതിയ തലമുറയ്ക്ക് ചെറിയ വീഴ്ചകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുമോ? മനസ്സിനോ ശരീരത്തിനോ മുറിവേറ്റാൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. ഈ പകലും കേട്ടു ഒരു കൗമാരക്കാരിയുടെ ആത്മഹത്യ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത് എന്തിനാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കളെ നഴ്സിംഗ് പഠനത്തിന് അയക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ അവരെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കാണും. കുട്ടികൾ വിദേശത്ത് പോയിട്ട് കുടുംബം രക്ഷപ്പെടണം, സാമ്പത്തിക പ്രതിസന്ധികൾ മാറണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ലക്ഷ്മിയുടെ മാതാപിതാക്കളും ഇങ്ങനെ പ്രതീക്ഷയോടെയാണ് അവളെ BSc നഴ്സിംഗിന് ചേർത്തത്. പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ടും ഒന്നാം വർഷ പരീക്ഷയിൽ ചില വിഷയങ്ങൾക്ക് തോറ്റത് ലക്ഷ്മിയെ മാനസികമായി തളർത്തിയിരുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു? ലക്ഷ്മിയുടെ ആത്മഹത്യ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് കോളേജിനടുത്തുള്ള ഹോസ്റ്റലിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പ് നൽകുന്ന ചടങ്ങ് നടന്നു വരികയായിരുന്നു. ലക്ഷ്മിയെ പരിപാടിയിൽ കാണാതെ വന്നതോടെ സഹപാഠികൾ താമസ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുറി അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായതിനാൽ ഹോസ്റ്റലിലെ ജീവനക്കാരുടെ സഹായത്തോടെ മുറി തുറന്നപ്പോഴാണ് ലക്ഷ്മിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. കോട്ടയം കിടങ്ങൂർ സ്വദേശിനിയായ ലക്ഷ്മി പഠിക്കാൻ സമർത്ഥയായിരുന്നു. എന്നാൽ ഒന്നാം വർഷ പരീക്ഷയിൽ ചില വിഷയങ്ങൾക്ക് തോറ്റത് ലക്ഷ്മിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായാണ് വിവരം. ലക്ഷ്മിക്ക് മറ്റു പ്രശ്നങ്ങളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സഹപാഠികൾ പറഞ്ഞു. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകളിലും ലക്ഷ്മി സജീവമായി പങ്കെടുത്തിരുന്നു. പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന ആശങ്കയിലാണ് സഹപാഠികൾ. വീടിനടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചെങ്കിലും ലക്ഷ്മി പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഗുണ്ടാ കുടിപ്പകയ്ക്ക് പലതവണ സാക്ഷിയായിട്ടുണ്ട് തലസ്ഥാന നഗരം. അടിയും തിരിച്ചടിയും കൊല്ലും കൊലയും അരങ്ങേറുന്ന നാട്ടിൽ പോലീസ് പലപ്പോഴും നോക്കുകുത്തിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഓംപ്രകാശിൻ്റെയും എയർപോർട്ട് സാജന്റെയും സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് റിപ്പോർട്ട്. കേസിൽ 10ഓളം പേർ അറസ്റ്റിലായെങ്കിലും അവിടെ സംഘടിച്ചെത്തിയ മറ്റാളുകളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഡാൻസ് ബാറിലെ DJ പാർട്ടി നടത്തിപ്പ് സാജന്റെ മകൻ ഡാനിയെ ഏൽപ്പിച്ചതിൽ ഓംപ്രകാശിന്റെ സംഘത്തിന് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരം വീണ്ടും ഗുണ്ടാഭീതിയിലാവുകയാണ്. ഡാൻസ് ബാറിലെ ഏറ്റുമുട്ടലിന്റെ തുടർച്ച വൈകാതെ ഉണ്ടായേക്കാമെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഓംപ്രകാശിന് മർദ്ദനമേറ്റ രാത്രിയിൽ തന്നെ എയർപോർട്ട് സാജന്റെ വീട്ടിലും ഓംപ്രകാശിന്റെ സംഘാംഗങ്ങൾ എത്തിയിരുന്നു. വർഷങ്ങളോളം ഒരുമിച്ചുണ്ടായിരുന്ന പ്രകാശും സാജനും ഏതാനും വർഷം മുമ്പാണ് തെറ്റിപ്പിരിഞ്ഞത്.
ഡാൻസ് ബാറിലെ DJ പാർട്ടി നടത്തിപ്പ് ബാറുടമ സാജന്റെ മകൻ ഡാനിക്ക് കൈമാറി. ഓംപ്രകാശിന്റെ അടുത്ത സുഹൃത്തായ നിതിനും ഇതിൽ താൽപര്യമുണ്ടായിരുന്നു. അത് ലഭിക്കാത്തതാണ് ബാറിലെ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഡാനിയുടെ DJയെ പറ്റി ഓംപ്രകാശിനും നിതിനും ഒപ്പമുള്ളവർ മോശമായി സംസാരിച്ചതായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം. പിന്നീടത് കയ്യേറ്റത്തിലെത്തി. ഡാനിക്ക് മർദ്ദനമേറ്റ വിവരമറിഞ്ഞ് എയർപോർട്ട് സാജനും കൂടുതൽ പേരും സംഘടിച്ചെത്തിയതോടെയാണ് കൂട്ടയടിയായത്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇരുവരുടെയും സംഘാംഗങ്ങൾ അക്രമത്തിന് തയ്യാറെടുക്കുന്നതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ള രക്തച്ചൊരിച്ചിൽ നമ്മുടെ നാട്ടിൽ നിത്യേന ഉണ്ടാകുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും പറഞ്ഞു തീർക്കാതിരിക്കുന്നത് വലിയ ദുരന്തത്തിന് വരെയും കാരണമായേക്കാം. കൊല്ലം പരവൂരിൽ പ്രവാസിയായിരുന്ന ഭർത്താവിൻ്റെ പണം ചെലവഴിച്ചതിലുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഭർത്താവ് ഷാജിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ മാളയിലും കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പ്രവാസിയായിരുന്ന ഷാജി നാട്ടിലെത്തിയതു മുതൽ ഭാര്യയുമായി വഴക്ക് പതിവായിരുന്നു. നിരവധി തവണ ഇവർ തമ്മിൽ അടിപിടി നടന്നതിന് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്റ്റേഷനിൽ വെച്ച് തീർപ്പായി പോകാറായിരുന്നു പതിവ്. താൻ വിദേശത്തായിരുന്നപ്പോൾ നാട്ടിലേക്ക് അയച്ച പണമെല്ലാം ധൂർത്തടിച്ചു എന്നതാണ് കലഹത്തിന് കാരണമായി ഷാജി പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരിയാണ് ഭാര്യ ബിന്ദു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വഴക്കുണ്ടായതോടെ ബിന്ദു സ്വന്തം വീട്ടിലേക്ക് പോയി. ഡിസംബർ 9 ഇവരുടെ ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് നടത്തുകയും ബിന്ദുവിനെ തിരിച്ച് വീട്ടിലേക്ക് വരുത്തുകയും ചെയ്തു. അവിടെ വെച്ച് വീണ്ടും വാക്കുതർക്കമുണ്ടായി. അക്രമാസക്തനായ ഷാജി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ബിന്ദുവിന്റെ തലയ്ക്കും കൈക്കും വെട്ടുകയായിരുന്നു. തുടർന്ന് ഇയാൾ സ്വയം കഴുത്തിലും വയറ്റിലും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഓടിക്കൂടിയ നാട്ടുകാർ പരവൂർ പോലീസിൽ വിവരമറിയിക്കുകയും ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഷാജിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തൃശൂർ മാളയിലും കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കരിങ്ങാച്ചിറ സ്വദേശി റമീസയ്ക്കാണ് കുത്തേറ്റത്. ആക്രമണത്തിനിടയിൽ ഭർത്താവ് നൌഷാദിനും പരിക്കേറ്റു. ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര, തൃശൂർ. പരിഷ്കൃത സമൂഹമെന്ന് പൊതുവെ അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവം അങ്ങേയറ്റം പ്രാകൃതവും കിരാതവുമായിരുന്നു. മാനന്തവാടിയിലെ മാദൻ എന്ന യുവാവിനോട് ക്രൂരത കാട്ടിയ സംഘത്തിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. കണിയാമ്പറ്റ സ്വദേശികളായ ഹർഷിദ്, അഭിരാം എന്നിവരെ മാനന്തവാടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള മറ്റ് 2 പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കൈകാലുകൾക്കും നടുവിനും പരിക്കേറ്റ മാദൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറിലുണ്ടായിരുന്ന 4 പ്രതികളിൽ കണിയാമ്പറ്റ സ്വദേശി മുഹമ്മദ് ഹർഷിദ്, അഭിരാം എന്നിവരെയാണ് കൽപ്പറ്റയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടക്കുമ്പോൾ ഹർഷിദാണ് കാർ ഓടിച്ചിരുന്നത് എന്ന് നേരത്തെ വ്യക്തമായിരുന്നു. വിഷ്ണു, നബീൽ എന്നീ പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. പ്രതികൾ സഞ്ചരിച്ച കാർ നേരത്തെ മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെടുത്തത്. കാർ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ കടന്നുകളയുകയായിരുന്നു. പരിക്കേറ്റ ആദിവാസി യുവാവ് മാദനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. 2 പ്രതികൾ കസ്റ്റഡിയിലുണ്ടെന്ന കാര്യം മന്ത്രിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം.
കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരനായ മാദനെ സംഘം ആക്രമിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൈ കാറിന്റെ ഡോറിനുള്ളിൽ കുടുക്കി 1/2 കിലോമീറ്ററോളം ദൂരം റോഡിലൂടെ വലിച്ചിഴച്ചു. കൈകാലുകൾക്കും നടുവിനും പരിക്കേറ്റ മാദൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 വയനാട്. കേരളത്തിലെ പൊതുനിരത്തിൽ അരങ്ങേറിയ മറ്റൊരു ക്രൂരതയായിരുന്നു പത്തനംതിട്ട റാന്നി സ്വദേശി അമ്പാടിയുടെ കൊലപാതകം. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയത്. കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അമ്പാടിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ റാന്നി മന്ദമരുതിയിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേസിലെ മുഖ്യപ്രതി അരവിന്ദ് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. കേസിലെ 4 പ്രതികളിൽ ആദ്യ 3 പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവരെയാണ് തെളിവെടുപ്പിനായി മന്ദമരുതിയിൽ എത്തിച്ചത്. അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പ്ലാച്ചേരി ഭാഗത്തു നിന്നാണ് എത്തിയതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. 7 മിനിറ്റോളം നീണ്ടുനിന്ന ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷം പ്രതികളെ വാക്കുതർക്കം നടന്ന ബിവറേജസ് കോർപ്പറേഷന് മുന്നിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. മുൻവൈരാഗ്യമില്ലെന്നും വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ അമ്പാടിയെ വാഹനം ഇടിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് മുഖ്യപ്രതി അരവിന്ദ്. ന്യൂസ് 18 പത്തനംതിട്ട. ചെറിയ പ്രായത്തിൽ ആൺകുട്ടികളോട് ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ പോലീസുകാരനെന്നായിരിക്കും പലരുടെയും മറുപടി. കാരണം അവൻ്റെ മനസ്സിൽ പോലീസ് എന്നാൽ ധൈര്യശാലികളാണ്, കരുത്തരാണ്. എന്നാൽ ഇക്കാലത്ത് മാനസികമായി ഏറ്റവും ദുർബലർ പോലീസുകാരാണോ എന്ന് തോന്നിപ്പോകുന്ന പല സംഭവങ്ങളും കേൾക്കുന്നുണ്ട്. ജോലി സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീതിൻ്റെ ആത്മഹത്യയിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. സംഭവത്തെക്കുറിച്ച് കൊണ്ടോട്ടി DYSP അന്വേഷണം തുടങ്ങി. വിനീതിൻ്റെ ആത്മഹത്യയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അരീക്കോട് പോലീസ് ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധ വിരമ്പി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. വിനീതിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് സംഘം SOG ക്യാമ്പിൽ പരിശോധന നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊണ്ടോടി DYSP സേതു നേതൃത്വമുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറും സ്ഥലത്ത് പരിശോധന നടത്തി. അതേസമയം അരീക്കോട് SOG ക്യാമ്പിലെ റിഫ്രഷർ കോഴ്സ് താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം മുതലായിരുന്നു 2ാമത്തെ കോഴ്സ് ആരംഭിക്കാനിരുന്നത്. റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതിലുണ്ടായ മനോവിഷമമായിരുന്നു കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ആദ്യവട്ടം പരാജയപ്പെട്ട സാഹചര്യത്തിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ വിനീത് ഉൾപ്പെടെയുള്ളവർ നിർബന്ധമായും പങ്കെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതും ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി ലഭിക്കാത്തതിന് നിരാശയും വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 മലപ്പുറം.
മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ വിനീത് ജീവനൊടുക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും പോലീസുകാരൻ്റെ ആത്മഹത്യ. എറണാകുളം രാമമംഗലം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജുവാണ് മരിച്ചത്. രാമമംഗലം സ്വദേശി ബിജുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൻ്റെ കാരണം വ്യക്തമല്ല. ബിജുവിന് ജോലി സമ്മർദ്ദമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നുമാണ് നിഗമനം. ജോലി സമ്മർദ്ദവും തൊഴിൽ ചൂഷണവും കാരണം ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം SOG ക്യാമ്പിലെ കമാൻഡോ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് വീണ്ടും ആത്മഹത്യ. പിറവം മാമംഗലം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജുവിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. രാമമംഗലം സ്വദേശിയായ ബിജുവിനെ രാവിലെ കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ വീട്ടിൽ അന്വേഷിച്ചെത്തി. അപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പിന്നീട് മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യാക്കുറിപ്പൊന്നും വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മരണത്തിൽ അസ്വാഭാവികതകളില്ലെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ബിജുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് സൂചന. ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. മരിച്ച ബിജുവിന്റെ ഭാര്യ വിദേശത്താണ്. 2 മക്കളുണ്ട്. ന്യൂസ് 18 കൊച്ചി. പപ്പ എന്തിനാണ് എന്നെ കുത്തിയത്? കണ്ണൂർ പയ്യാവൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാർലറ്റിൻ്റെ ചെവികളിൽ ഇപ്പോഴും അവൻ്റെ ചേട്ടൻ്റെ അവസാനത്തെ ആ വാക്കുകൾ മുഴങ്ങുന്നുണ്ട്. വർഷം 4 കഴിഞ്ഞിട്ടും സഹോദരനെ കൊലപ്പെടുത്തിയ അച്ഛനോടുള്ള ഭയം ഷാർലറ്റിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല. 2020 ഓഗസ്റ്റ് 15-നായിരുന്നു നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം. പയ്യാവൂർ സ്വദേശി സജി വീട്ടിൽ ചാരായം മാറ്റുന്നത് എതിർത്തതിനാണ് മകൻ ഷാരോണിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിൽ പിതാവ് സജിക്ക് കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 1 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. ഓഗസ്റ്റ് 15 വൈകിട്ടായിരുന്നു ക്രൂരമായ കൊലപാതകം. വീട്ടിലെ ഡൈനിങ് ഹാളിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുകയായിരുന്ന മകൻ ഷാരോണിനെ പ്രതി സജി പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഭാര്യ സിൽജ വിദേശത്തായതിനാൽ സജിയും മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവത്തിന്റെ തലേ ദിവസം സജി വീട്ടിൽ ചാരായം വാറ്റുന്നത് ഷാരോൺ തടഞ്ഞിരുന്നു. ഇത് തർക്കത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കി. ഇതിനിടെ പ്രതിക്ക് ഇടതുകണ്ണിന്റെ പുരികത്തിന് പരിക്കേറ്റു. ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. ഇറ്റലിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന സിൽജ അയക്കുന്ന പണം സജി മദ്യപിച്ച് തീർക്കുന്നതിനാൽ ഷാരോണിന്റെ പേരിൽ പണം അയക്കാൻ തുടങ്ങിയതും വിരോധത്തിന് കാരണമായി. കേസിൽ പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. പപ്പ എന്തിനാണ് എന്നെ കുത്തിയതെന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഷാരോൺ അനുജൻ ഷാർലറ്റിനോട് ചോദിച്ചത്. മകനെ വീട്ടിൽ മറ്റൊരു മകന്റെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ മൃഗീയ മാനസികാവസ്ഥയുള്ള പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വിധി എന്ന് പറയുന്നത് ജീവപര്യന്തം കഠിന തടവാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു പുറമെ 1 ലക്ഷം രൂപ പിഴയടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിഴയടച്ചില്ല എങ്കിൽ ഒരു വർഷം കൂടി അധിക കഠിന തടവുണ്ടാവും. എന്തിനാണ് കുത്തേറ്റെന്ന് പോലും അറിയാതെ പടഞ്ഞു വീഴുന്ന മുറ്റത്ത് പടഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ അച്ഛൻ സജിയോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ ഒരു വാക്കും പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. സ്വന്തം അനുജൻ ഈ മരണപ്പെട്ട കുട്ടി ഷാരോൺ എന്ന് പറയുന്ന 19 വയസ്സുള്ള മകനാണ് മരണപ്പെട്ടത്. അന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന ഷാർലറ്റ് എന്ന് പറയുന്ന മറ്റൊരു മകൻ അവിടെയുണ്ട്. ആ അനുജൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ ഇങ്ങനെ നിഷ്ഠുരമായി കൊലപ്പെടുത്തി ഈ അച്ഛൻ ഈ സംഭവം ഉണ്ടായത്. കുത്തേറ്റ് വീണ മകൻ കിടന്ന് പിടയുമ്പോൾ കത്തി കഴുകിയ ശേഷം ബൈക്കെടുത്ത് പുറത്തേക്ക് പോവുകയാണ് പിതാവ് സജി ചെയ്തത്. തന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്നും ഇതിനിടെ പറഞ്ഞതായി ഇളയ മകൻ കോടതിയിൽ മൊഴി നൽകി. ശിക്ഷാവിധി അറിഞ്ഞിട്ടും പ്രതി സജിക്ക് കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. കോടതി വിധി അങ്ങേയറ്റം സൗഹാർദ്ദമാണ്. മരിച്ചുപോയ എൻ്റെ മരുമോന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ
ഈ കേസ് നടത്തിയിട്ട് ഇത്രയും 4 വർഷമായി ജയിലിൽ കിടക്കുന്ന ഈ പ്രതിക്ക് ഇന്ന് വരെ ഒരു കുറ്റബോധം മുഖത്ത് നിലനിൽക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പല തവണ ഞാൻ വിചാരണയ്ക്ക് കോടതിയിൽ വന്നപ്പോഴും ഈ പ്രതിയുടെ മുഖത്ത് ഒരു കുറ്റബോധമോ ഒരു പശ്ചാത്തലമോ ഒരു നിഴല് പോലും കണ്ടില്ല. അമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഷാരോൺ സംഭവത്തിന് 5 ദിവസം മുൻപായിരുന്നു പയ്യാവൂരിലെ വീട്ടിലെത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങളുള്ള കാലത്താണ് കൊലപാതകം നടന്നത്. ന്യൂസ് 18 കണ്ണൂർ. മോഷണ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ പരാതിക്കാരനെ ആക്രമിച്ച ഒരു കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. മലപ്പുറം വെളിയങ്കോട് സ്വദേശി ജംഷീറിനെ മർദ്ദിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ജംഷീറിന്റെ പേഴ്സും പണവും മോഷ്ടിച്ച ശേഷം നാടുവിട്ട ആഷിഖിനെ 3 മാസം മുൻപ് പോലീസ് പിടികൂടിയതാണ്. ഈ കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ ആഷിഖ് ജംഷീറിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു. ഈ കേസിലാണ് പ്രതി വീണ്ടും പിടിയിലായത്. നിർത്തിയിട്ട കാറിൽ നിന്നും പേഴ്സും ക്രെഡിറ്റ് കാർഡും മോഷ്ടിക്കുകയും കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുകയും ചെയ്തെന്ന പരാതി നൽകിയ വൈരാഗ്യത്തിൽ പരാതിക്കാരനെയും സുഹൃത്തിനെയും മർദ്ദിച്ച കേസിലാണ് യുവാവ് വീണ്ടും അറസ്റ്റിലായത്. വെളിയങ്കോട് സ്വദേശി ആഷിഖ് എന്ന ചിക്കുവിനെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെളിയങ്കോട് സ്വദേശി ജംഷീറിനും സുഹൃത്തിനുമാണ് കഴിഞ്ഞ ഒക്ടോബർ 12 മർദ്ദനമേറ്റത്. വെളിയങ്കോട് മിറാക്ക് മില്ലിന് സമീപം സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കവേ ആഷിഖ് ജംഷീറിനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ജംഷീറിന്റെ ഇടുപ്പലിന് പൊട്ടലുണ്ടായി. പരാതി കൊടുത്തതിന് കൊലപ്പെടുത്തുമെന്ന് ആഷിഖ് ഭീഷണിപ്പെടുത്തിയെന്നും ജംഷീർ നൽകിയ പരാതിയിലുണ്ട്. ഒന്നര വർഷം മുൻപ് ജംഷീറിന്റെ കാറിൽ നിന്ന് പേഴ്സ് മോഷ്ടിക്കുകയും അതിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുകയും ചെയ്ത ശേഷം ആഷിഖ് വിദേശത്തേക്ക് കടന്നിരുന്നു. ഒക്ടോബർ 3-നാണ് വിമാനത്താവളത്തിൽ നിന്ന് പൊന്നാനി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് അടുത്ത ആഴ്ചയാണ് ആഷിഖ് ജംഷീറിനെ മർദ്ദിച്ചത്. ഇതോടെ ആദ്യത്തെ കേസിലെ ജാമ്യം റദ്ദാക്കപ്പെട്ടിരുന്നു. ന്യൂസ് 18 തിരൂർ. പൊതുനിരത്തിൽ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരെ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്നാൽ തൃശൂർ നഗരത്തിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമുണ്ടാക്കിയത് തിരക്കുള്ള റോഡിലൂടെ സ്കേറ്റിംഗ് നടത്തിയ യുവാവാണ്. മുംബൈ സ്വദേശി 25-കാരനായ സുബ്രത മണ്ഡലിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. നേരത്തെ ബസ്സുകൾക്കിടയിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയിരുന്നു. വീണ്ടും സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നതിലൂടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺക്രീറ്റ് തൊഴിലാളിയായ സുബ്രത മണ്ഡൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മറ്റ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന തരത്തിൽ റോളർ സ്കേറ്റിംഗ് നടത്തിയതിനാണ് സുബ്രതയ്ക്കെതിരെ കേസെടുത്തത്. ന്യൂസ് 18 തൃശൂർ. കുടുംബസമേതമാണ് പലരും ഇപ്പോൾ തട്ടിപ്പിനിറങ്ങുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ ഡോൾസി, മകൻ രോഹിത് എന്നിവരുടെ തട്ടിപ്പിനെ കുറിച്ച് മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഈ അമ്മയും മകനും ചേർന്ന് കോടികളാണ് തട്ടിയെടുത്തത്. നേരത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുവരും ഇപ്പോൾ ജയിലിലാണ്. അതിനിടെയാണ് കോഴിക്കോട് വടകര സ്വദേശിയിൽ നിന്നും 5.25 ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തെന്ന പരാതി വന്നത്. ഈ കേസിലും 2 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി.
തിരുവനന്തപുരം പട്ടം സ്വദേശി ഡോൾസി ജോസഫൈൻ സാജു, മകൻ രോഹിത് സാജു എന്നിവരെയാണ് വടകര SI കെ മനോജ് കുമാർ അറസ്റ്റ് ചെയ്തത്. മണിയൂർ സ്വദേശി നിധിൻ രാജിന്റെ പരാതിയിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം ശാസ്തമംഗലത്തും എറണാകുളത്തും ബ്രൂക്ക്പോർട്ട് ട്രാവൽ ലോജിസ്റ്റിക് എമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയായിരുന്നു തട്ടിപ്പ്. വിദേശത്ത് ജോലിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിസയും നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് സ്ഥാപനം പ്രവർത്തിച്ചത്. സമൂഹമാധ്യമങ്ങൾ വഴി വിദേശ ജോലി സംബന്ധിച്ച് പരസ്യം നൽകിയിരുന്നു. പരസ്യം ശ്രദ്ധയിൽപ്പെട്ട നിധിൻ രാജ് സിംഗപ്പൂരിലേക്ക് വിസയ്ക്കായി ആദ്യ 2.5 ലക്ഷം രൂപ നൽകി. സിംഗപ്പൂരിലെ കമ്പനി വിസ ക്യാൻസലായെന്ന് പറഞ്ഞ് കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വീണ്ടും ഇയാളിൽ നിന്ന് തുക കൈപ്പറ്റി. ആകെ 5.25 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. സമാനമായ കേസിൽ മ്യൂസിയം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത ഡോൾസി ജോസഫൈൻ സാജുവിനെ വടകര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മകനും നേരത്തെ കേസിൽ ഉൾപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുകയാണ്. ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയതിന് 25-ലധികം കേസുകൾ ഇവർക്കെതിരെയുണ്ട്. ന്യൂസ് 18 വടകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം തെളിവെടുപ്പ് കോടതിയിൽ പൂർത്തിയായി. പ്രതികൾക്കെതിരെ ആകെ 95 സാക്ഷികളെ വിസ്തരിച്ചു. നെയ്യാറ്റിൻകരയിൽ ഗുരുമന്ദിരത്തിന് നേരെ ആക്രമണം. മുക്കംപാലയ്ക്ക് സമീപത്തെ നെടുങ്കാട്ടുകോണം 2518 നമ്പർ ശാഖാമന്ദിരത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇടുക്കി കുമളി ഷഫീഖ് വധശ്രമക്കേസിൽ വിധി പറയുന്നത് ഈ മാസം 20-ലേക്ക് മാറ്റി. പിതാവും രണ്ടാനമ്മയും ചേർന്ന് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ തൊടുപുഴ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നടിയെ ആക്രമിച്ച കേസിൽ 2 ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. കേസിലെ 1-ാം പ്രതി പൾസർ സുനി നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. മലപ്പുറം ജില്ലയിൽ വൻ രാസലഹരി വേട്ട. 3 കേസുകളിലായി 315 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിലായി. പിടിയിലായത് മുഹമ്മദ് ത്വയ്ബ്, അമൽ അഷ്റഫ്, മുഹമ്മദ് ഹാഷിം, റംസാൻ KP, സുഹൈൽ എന്നിവർ. തൃശൂർ പുന്നയൂർക്കുളം അകലാട് പെട്രോൾ പമ്പിൽ മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയോളം നഷ്ടമായി. കാസർഗോഡ് കളനാട് വാണിയാർ മൂലയിൽ പണം വെച്ച് ചീട്ട് കളിച്ച 30 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ മേൽപ്പറമ്പ് പോലീസ് പിടിച്ചെടുത്തു. കുട്ടികൾക്ക് വിദേശ ഇനം നായ്ക്കളോട് വലിയ വാത്സല്യമുണ്ട്. റോഡിലൂടെ ഇത്തരം നായ്ക്കൾ പോകുന്നത് കാണുമ്പോൾ പിള്ളേര് കൈവീശുകയും ചെറിയ കുസൃതിയുമൊക്കെ കാണിക്കുകയും ചെയ്യും. അതിൽ പ്രകോപിതരാകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി സമീർ നായയുമൊത്ത് പോകുമ്പോൾ കുട്ടികൾ കൈവീശി കാണിച്ചു. അതിൻ്റെ പേരിലുണ്ടായ സംഭവത്തെക്കുറിച്ച് അറിയണം. സമീപവാസിയെ നായയെ വിട്ട് കടിപ്പിക്കുകയും വീട്ടിലേക്ക് പെട്രോൾ ബോംബെറിയുകയും ചെയ്ത കേസിൽ സമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഠിനംകുളം സ്റ്റേഷനിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സമീർ. ഇങ്ങനെ മനോനില തെറ്റിയ അക്രമികളെ പിടിച്ച് ജയിലിലടക്കണം. ഇനി പുറത്തിറങ്ങാൻ പോലും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.